അടിക്കടിക്കുള്ള പരാജയം കാരണം വിശ്വാസ തകർച്ച വന്നവര്, പ്രാർത്ഥനാ മരവിപ്പ് വന്നവര്, പ്രത്യാശ അറ്റുപോയവര്, ഉറ്റവര് മരിച്ചത് കൊണ്ട്, ഉടയവര് കൈവിട്ടു പോയത് കൊണ്ട്, ഉടയവര് ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവര് വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡനം അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യമുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ പലതരത്തിലുള്ള വ്യാമോഹങ്ങളിൽ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാഗരമേ കാരുണ്യ സാഗരമേ ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടി നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. 61-ാമത്തെ സങ്കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കണം നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല, ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയില്ലേ, ശരി പറയത്തില്ലേ, അച്ഛാ എനിക്കിനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും, ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്, അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ട ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ.
ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കേണ്ടത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ, അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിന് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കാരുണ്യസാഗരമേ, കാരുണ്യസാഗരമേ, സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാ കാരുണ്യസാഗരമേ, കാത്തുകൊള്ളിടമേ നീ. ആരാണ് സന്തോഷവാൻ? ആരാണ് ആനന്ദം അനുഭവിക്കുന്നത്? എല്ലാ സമയത്തും നല്ല ആഹാരങ്ങൾ കിട്ടി നല്ല യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ് സന്തോഷവാൻ. അത് തൻ്റെ അധ്വാനം കൊണ്ട് കുടുംബത്തെ പുലർത്തി ഉള്ള ആഹാരം രുചികരമായിട്ട് കഴിക്കുന്നയാളാണ് സന്തോഷവാൻ. നമുക്ക് പറയാൻ പറ്റത്തില്ല, അതെല്ലാം സബ്ജക്റ്റീവ് കേസാണ്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് അത്രയും വിഭവങ്ങളില്ല. പക്ഷെ നല്ല വിഭവങ്ങളുള്ള ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതൽ, വിഭവമില്ലാത്തവർക്ക് കുറവെന്നൊക്കെ പറയണത് അത് തന്നെയല്ലേ ഏറ്റവും ഐക്യം എന്ന് പറയണത്. നിങ്ങളെ വിഭവം കുറവുള്ള ആൾക്കാരുടെ ജീവിതമെന്ന് നോക്കിയവരോട് ചോദിക്കണം, അവർ വളരെയേറെ ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടൊരു കഥയുണ്ട്. കഥയല്ല, ശരിക്കും. അപ്പോൾ അന്ന് പോലെ ഞാൻ ശരിക്കും, അതായത് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ലേബർ ഫോം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ലേബർ ഫോം വെച്ചാൽ ഈ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയും അവൻ്റെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനൊരിക്കലും അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോഴേ ഞങ്ങളെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെയൊക്കെ ഞങ്ങളിങ്ങനെ പാവപ്പെട്ടവരുടെ സോക്കോൾഡ് അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നമ്മളിപ്പോൾ ചേരി എന്നൊക്കെ പറയണത് ഇന്നത്തെ സമയത്ത് അങ്ങനെ സബ്സ്റ്റാൻഡേർഡ് വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അന്നത്തെ കാലത്ത് ആ വാക്കിന് ചേരുന്നത് തന്നെയായിരുന്നു അർത്ഥം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ആലുവയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പൂപ്പനാണ് ഒരു തെങ്ങും തടി, 2 തെങ്ങും തടി വെച്ച് ആണ്, കട്ടിലില്ല, തെങ്ങും തടിയിൽ എന്തോ ഒരു കയറ്റ് പായക്കിട്ട് മേലെ പായ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താ കാര്യം? ഞങ്ങൾ കട്ടിലാണ് കിടക്കുന്നത്. അപ്പം കട്ടിലെ കൊതുകുവരെയൊക്കെ അപ്പം അവന് കൊതുക് വരയില്ല, അതിന് പകരം എന്തെങ്കിലുമൊക്കെ ചകിരിയൊക്കെ വെച്ച് പോക്കുന്ന പരിപാടിയാണ്, അത് പുറത്താണ്. അപ്പോൾ ഞങ്ങളവർക്ക് ദൈവം ഇത് എങ്ങനെ നരകം പിടിച്ച് എന്തൊരു ജീവിതം, ഈ അപ്പാപ്പന് നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ശിശുയുടെ മുമ്പിൽ നിന്നല്ലേ ഇതൊക്കെ പറയണത്. ഇപ്പോൾ അതായത് ഞങ്ങളെ വന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾക്കന്നൊരു വരുമാനം ഇല്ലല്ലോ. ഇപ്പം ഞങ്ങളുടെ ഈ ലേബർ ഫോമിലുള്ള ആൾക്കാരെല്ലാം ഇട്ടുകൂട്ടി 10 രൂപ 20 രൂപയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ സെമിനാരി കാർപ്പൻറ്ററിനെ പോയി കണ്ട്. കാര്യം സെമിനാരി എപ്പോഴും 2 കാർപ്പൻറ്റേഴ്സ് സ്ഥിരം ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞ ആ ചേട്ടൻ ഞങ്ങളോട് ബന്ധമുള്ളതുകൊണ്ട് ചേട്ടൻ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കാശ് തരാം, സെമിനാരിയിൽ നിന്ന് പ്രൊക്രേറ്റർ അച്ഛനോട് തടി അനുഭവിപ്പിച്ച് തരാം, ഒരു കട്ടിലുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോഴുടനെ അപ്പോൾ ആ ചേട്ടൻ കാർപ്പൻറ്റർ പറഞ്ഞു ഓക്കെ, പക്ഷേ ഈ ടൈമിന് പറ്റില്ല, 5 മണി വരെ എനിക്ക് വർക്കുള്ളതാണ് ഇവിടെ. 5 മണി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു
15 മിനിറ്റ് വീതം നിങ്ങളുടെ വർക്ക് ചെയ്യുക. ഉടനെ തരാൻ പറ്റത്തില്ല. കാര്യം ഞാൻ രാവിലെ മുതൽ നമുക്ക് മനസ്സിലാവും, രാവിലെ 8 മണിക്ക് വരുന്ന ആളാണ് 5 മണിക്കാണ് പോകുന്നത്. പിന്നെ നമ്മുടെ വർക്ക് എക്സ്ട്രാ വർക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആയിട്ട് ആ മനുഷ്യൻ 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് കട്ടിലുണ്ടാക്കി തന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം ഈ കട്ടിൽ ഞങ്ങളൊരു ശനിയാഴ്ച ആഘോഷമായിട്ട് ഈ 6 പേരും കൂടി ചുമന്നുകൊണ്ട് ചേരിപ്പോവും. കട്ടിലാണ്, വലിയ സംഭവമല്ലേ. അപ്പം അത് ചുവന്നുകൊണ്ട് പോകണം. ചുവന്നുകൊണ്ട് ചേരി ചെന്ന് ഈ കട്ടിലിട്ട് കൊടുത്ത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേണ്ട വലിയ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന പോലെയാണ്. കാര്യം ഏറ്റവും വലിയൊരു സൽപ്രവൃത്തി നമ്മൾ ചെയ്ത പോലെ അതിൻ്റെ എല്ലാ ത്യാഗവും അനുഭവിച്ചാണ് ചെയ്യണത്. എല്ലാ ത്യാഗവും. കാര്യം ഞങ്ങളുടെ കയ്യിലും കാശില്ല. ഇത്ര പേര് ത്യാഗം അനുഭവിച്ചു. ആ കാർപ്പൻ്ററും ത്യാഗം അനുഭവിച്ചു. അപ്പം ഇത് ഇങ്ങനെ കൊണ്ടുപോയി കട്ടിൽ കൊടുത്ത് ഞങ്ങൾ മേടിക്കാനുള്ള കാശും കൊടുത്ത് അപ്പാപ്പന് അവരുടെ സന്തോഷമായിട്ട് പോകുന്നു. അവർ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ചേരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പനെ കാണാൻ പോകണ്ടേ എന്ന് വിചാരിച്ചു. അങ്ങനെ പോവാം. അപ്പോൾ പപ്പന് സന്തോഷമാവില്ല. വേറെ ഒന്നുമില്ല, ആ മുഖത്തൊരു ചിരി കാണണം. നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ച് പോകണമല്ല. ആ മുഖത്തൊരു ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആശ്വാസം, ഒരു സംതൃപ്തി, അതാണ് ഉദ്ദേശിക്കണത്. അന്നത്തെ അപ്പോഴേ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിൽ കാണാനില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിൽ കാണാൻ. അപ്പോൾ ഞങ്ങളുടെ മുഖം ആപ്പാടെ വിളറി. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് നിങ്ങളുടെ കട്ടിലെന്തി? അപ്പോൾ അവരാരും മിണ്ടണില്ല. ഞങ്ങൾക്ക് കട്ടിലില്ല. അപ്പോഴേ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഷമ്മാശന്മാരാണ്. ഷമ്മാശ അതേ കട്ടിലെ കിടന്നിട്ട് അപ്പാപ്പന് ഉറക്കം മുന്നില്ല. അതാണ് പ്രശ്നം. ആ കട്ടിലെ കിടന്നിട്ട് ഉറക്കം സത്യമായിട്ട് നടന്ന കാര്യമാണ്. അവർക്ക് അപ്പാപ്പന് ഉറങ്ങാൻ പറ്റണില്ല. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ എടുത്ത് പുറത്തിട്ട് അപ്പനെ താഴെ കിടത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ കൊടുത്തിട്ട് ആ കട്ടിൽ കൊടുത്ത് കാശ് പിടിച്ചു. കട്ടിൽ കൊടുത്തൊരു കാശ് മേടിച്ചു. എന്നത്തിട്ട് കാര്യം ചെറിയ വീടാണ്. അതിൻ്റെ അകത്ത് കട്ടിലിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോകും. പക്ഷേ അതുകൊണ്ട് ആരും ഇട്ടില്ല. കട്ടിൽ അവർ വിറ്റ് കാശ് മേടിച്ചു. അന്നത്തെ ഒരു സാഹചര്യം അവർക്ക് അതായിരുന്നു നല്ലത്. ചിലപ്പോൾ അന്ന് 300 രൂപ കട്ടിലും കിട്ടുകയാണെങ്കിൽ അവർക്കത് നല്ലത് കാര്യമാണ്, അവർക്ക് കിട്ടും. പക്ഷേ പ്രശ്നം വെച്ചാൽ സത്യസന്ധമായിട്ട് അപ്പാപ്പനെ അതിൻ്റെ അകത്ത് കിടന്ന് ഉറക്കം വന്നില്ല. അതാണ് പ്രശ്നം. കാര്യം അപ്പാപ്പൻ നോക്കുമ്പോൾ ആ പഴയ ആ 2 തടിയില്ലേ, ആ തടിയും ആ കയറ്റുവായും അതിൻ്റെ പുറത്ത് കണക്കായും അപ്പം സുഖമായി കിടന്നുറങ്ങും, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞങ്ങൾ ആർക്കാണ് തെറ്റുപറ്റിയത്? ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിച്ചത് ഈ അപ്പാപ്പൻ ഭയങ്കരമായ നരകം അനുഭവിക്കുകയാണ്, സങ്കടമൊക്കെയാണ്. അപ്പാപ്പന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാർഗം ഞങ്ങൾ കണ്ടുപിടിച്ച്. എന്താണ്? കട്ടറുണ്ടാക്കി കൊടുക്കുക. പക്ഷേ അപ്പാപ്പൻ അത് റിജക്റ്റ് ചെയ്ത് ഒരു അനുഭവം കൊണ്ട്. ഇപ്പം ആരാണ് സന്തോഷം അനുഭവിക്കണത്, ആരാണ് ദുഃഖം അനുഭവിക്കണമെന്ന് പുറത്ത് നിന്ന് പറയാൻ പറ്റത്തില്ല. അത് മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഭയങ്കരമായ അവർക്കൊരു ജീവിതവുമില്ല, അവർ സങ്കടത്തിലാണ് അനുഭവിക്കണമെന്ന് പുറത്ത് അവരോട് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ മാനസികമായിട്ട് ഹാപ്പി ആയിരിക്കും. പല കുടുംബങ്ങളിൽ ഞാൻ ഇപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഏതാണ്? ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ഞാൻ 21 കൊല്ലം 30 കൊല്ലം കൗൺസ് ചെയ്തില്ലേ, 30 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷം അനുഭവിക്കുന്നത് ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ആവറേജിന് താഴെയുള്ള കുടുംബങ്ങൾ. അവർക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഇല്ല, ആവശ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ചുള്ള സംഭ്രമങ്ങളില്ല, അതിനു വേണ്ടിയുള്ള അത് നേടാൻ വേണ്ടിയുള്ള ആക്രാന്തങ്ങളില്ല, അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഭാരങ്ങളില്ല. അവരും അവസാനം മരിക്കും. ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും മരിക്കും. എല്ലാം കണക്കല്ലേ അവസാനം. 2-3 റീത്ത് കൂടുതൽ കിട്ടുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ സിമിത്തേരി ചെന്ന് നോക്കും മനസ്സിലാകും. ഈ സിമിത്തേരിൽ നമ്മൾ എപ്പോഴും അടക്കത്തിന് ഞാൻ പോകുമ്പോൾ ഓരോരോ കുഴികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ചില കുഴികൾക്ക് ഒരു 10 റീത്ത് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ.
വേറെ ഒരു സാധനവും ഇല്ല. അതായത് ചില കുഴികൾക്ക് സെമിത്തേരി നോക്കിയാൽ ചിലപ്പോൾ 5 റീത്ത് ചിലവുണ്ട്, ചില അടുത്ത് 10 റീത്ത് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുഴിയാഴ്ചക്ക് ചെല്ലുമ്പോഴാണ് ഈ റീത്തെടുത്ത് ദൂരെ എറിയണ കാണാം. ആര്? കുഴിവെട്ടി. എന്തിനാ എറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശല്യമാണേ. ഈ റീത്തും അതിൻ്റെ പുറത്ത് കിടക്കണ ഈ ചുറ്റിക്കെട്ടും പിന്നെ ചീഞ്ഞ പൂവും എല്ലാം കൂടി അവർ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിലിടും. ബന്ധുക്കൾ വലിയ സ്വന്തമായിട്ട് കൊടുത്ത സാധനത്തിന് അവസാനം പോയി ഈ റീത്തുകൾ വീഴേണ്ടത് തെമ്മാടിക്കുഴിയിലാണ്. അപ്പോൾ അവസാനം ഒരു കാര്യവും വ്യത്യാസമില്ല. അപ്പം നമ്മൾ പുറത്ത് നിന്ന് അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞ ആരോട് ഈശോ പറയുന്ന ഏറ്റവും നല്ല വാക്കുകളിലൊന്നാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. തിരുവത്താഴ മേശയിൽ സംഭാവന, തിരുവത്താഴ മേശയിൽ സംഭാവനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഉടമ്പടി എടുത്തത് ആഗസ്റ്റ് 1-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി കടവും കടബാധ്യതയൊക്കെ ഉള്ളത് കാരണമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധമായിരുന്നു ഇവിടെ വരണമെന്ന്. ഇതിന് ഈ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമെങ്കിലും ഈ ഉടമ്പടി എന്ന് എല്ലാവരും പറയുമെങ്കിലും എനിക്കതെന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന കൂട്ടത്തിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് ഇവിടെയൊക്കെ ഒത്തിരി ജനങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഒത്തിരി കടലാസുകളൊക്കെ ആയിട്ട് ഓടി ഒക്കെ നടക്കണം. അപ്പോൾ എനിക്ക് അത്ര വലിയ അറിവുകളൊന്നുമില്ല, ഒരു വലിയ വിദ്യാഭ്യാസവുമില്ല. അപ്പോൾ അത് പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ എന്നൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് മൊബൈലിൽ ഏതാണ്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി എന്നാൽ എന്താണ് ഉടമ്പടി എന്നൊന്നും അവളെ എനിക്ക് പറഞ്ഞു തന്നുവരുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊബൈലിൽ ധ്യാനം കൂടണം, പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചു, അതുപോലെയൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതന്ന് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഇന്നതുപോലെയാണ് കാര്യങ്ങളെന്നപ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി മദ്യം കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം ഭർത്താവ് എന്നോട് പറഞ്ഞു നമുക്ക് നാളെ തന്നെ ആഗസ്റ്റ് 1-ാം തീയതി തന്നെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, നമുക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഭർത്താവ് ഒരു തുള്ളി മദ്യം കഴിക്കുക ചെയ്തിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് ഇതുവരെ നടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൊറോണ വന്ന് ജോലിയൊന്നുമില്ലാതെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാങ്കിൽ ലോൺ അടക്കാൻ ഒന്നും പറ്റിയില്ല. ഭർത്താവിന് കൂലിപ്പണിയാണ്. അപ്പം ഭർത്താവിൻ്റെ ഒരാളുടെ ശമ്പളം പൈസ കൊണ്ട്, അതായത് 1000 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. അതുകൊണ്ട് 3 മക്കളും ഞാനും കഴിഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ട്, മരുന്നടിക്കണം, എനിക്കൊരു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവിൻ്റെ ആ പൈസ കൊണ്ട് ജീവിക്കണ ഒത്തിരി കടമുള്ള കടം വീട്ടാൻ മാത്രമേ ഞങ്ങൾക്ക് സഹായിച്ചിരുന്നുള്ളൂ. അപ്പം ഈ കൊറോണ വന്ന് ലോണിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ ഈ ഫെബ്രുവരി 3-ാം തീയതിയാണ് ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് വരണത്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനവും കൂടിയായിരുന്നു അന്ന്. അപ്പോൾ ജപ്തി നോട്ടീസ് വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി തകർന്നു. കാരണം പലിശ 5.5 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായി. പലിശ 1,30,000 രൂപ അടക്കണം. അത് ഞങ്ങൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തുകയാണ്. അപ്പം ആ ജപ്തി നോട്ടീസും കൊണ്ട് ഞങ്ങളിവിടെ ഓടി വന്ന് കരഞ്ഞു വന്ന് ഭർത്താവ് ഇവിടെ നിലവിളിച്ച് കരഞ്ഞ് തളർന്നിരിപ്പായി. പക്ഷേ എനിക്ക് അന്നേരം ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ സംരക്ഷണവും ആ ശക്തി എനിക്ക് വല്ലാതെ എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം അച്ഛനെ കാണണമെങ്കിൽ ആ ഒരു രേഖ വേണമല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്. അച്ഛനെ കാണാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ അച്ഛൻ ഇന്നില്ല, സുഖമില്ലാതിരി കാരണം അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ്.
അപ്പം ഞാനിത് ഭർത്താവിനോട് എങ്ങനെ പറയുമെന്നും പറഞ്ഞ് ഇവിടെ തളർന്നിരിക്കുമായിരുന്നു. എനിക്ക് ഭയമായി, ഭർത്താവ് തളർന്നു പോകുമല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉടമ്പടി കാശ് രൂപം മേടിക്കാം, അമ്മയുടെ ഉപ്പും മേടിക്കാം, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പ് തീർന്നു പോയി, ഉപ്പ് മേടിക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ പോയി നിന്നപ്പോഴത്തേക്ക് ക്യൂവിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അച്ഛനിവിടെ ഇല്ലെങ്കിൽ എന്താ, എൻ്റെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട എൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു വിളി വന്നു. ഞാൻ വേഗം തന്നെ ഒരു ചേട്ടനെ എൻ്റെ ഫ്രണ്ടിൽ കയറ്റി, ചേട്ടാ ഇവിടെ നിൽക്കട്ടോ, ഞാനിപ്പോൾ വരാം, എൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും. കൈ വിരിച്ച് നിന്ന് ഞാൻ ജപമാല ചൊല്ലി ഞാൻ ഇവിടെ ആൾക്കാരെ കയറി വന്നപ്പോൾ ഭർത്താവിനെ മുഖത്ത് നോക്കാൻ എനിക്ക് പേടി. കാരണം എറണാകുളം വരെ ഞാൻ ഇതിനെ എങ്ങനെ കൊണ്ടുപോകും, തളർന്നു പോയാലോ, കുഴഞ്ഞു വീഴും. ആ സ്റ്റേജിൽ എൻ്റെ ഭർത്താവ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ, അമ്മേ ഞാൻ എന്ത് പറയും എൻ്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛനില്ലല്ലേ എന്ന് ചോദിച്ചു ശാന്തമായി. എന്നിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ ആ പുറത്തോട്ട് ഈ ആൾക്കാരുടെ പടിയിലോട്ട് ചവിട്ടിയപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, അതായത് എൻ്റെ അമ്മയുടെ സ്വർഗീയ സുഗന്ധം. ഇവിടെ ഒരു ടാങ്കറിന് കൊണ്ടുവന്ന് അടിച്ചാൽ പോലും അത്രയും സുഗന്ധം, ഈ കലുവൂറും ആലപ്പുഴ ദേശം മുഴുവനും അത്രയധികം സുഗന്ധം, എൻ്റെ ശിരസും മൂക്കും ഒക്കെ തുളഞ്ഞു കയറുന്ന ആ സ്വർഗീയ സുഗന്ധം. ഞാൻ അമ്മയുടെ കാശ് രൂപവും മേടിച്ച് ഉപ്പും മേടിച്ച് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഭർത്താവ് 4 ചുമരിലും അമ്മയുടെ കാശ് രൂപം അടിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി, ഉപ്പൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും ഇട്ട് 2-3 ദിവസം അമ്മയെ കൈവിടില്ല. പക്ഷേ എനിക്ക് നല്ല ധൈര്യം, ഭർത്താവ് തളർന്നിരിപ്പാണ്, ജോലിക്കും പോകും അതിൻ്റെ ഇടയിൽ. പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. 3-ാം ദിവസം, എൻ്റെ 3-4 ദിവസം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും 4 ദിവസത്തിൽ കൂടുതലായിട്ടില്ല. അന്നേരം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ബന്ധുവോ ആരുമല്ല, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ പൈസ തരാം, ഞാൻ ബാങ്കിൽ കൊണ്ട് അടക്ക്. വേറൊരു വ്യക്തിയെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ആ വ്യക്തിയോടും കൂടി കുറച്ച് പൈസ ചോദിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ആരോടും ചോദിച്ചില്ല, ഞാനൊരു ഫോൺ കോളിലൂടെ ആ വ്യക്തിയോടും ചോദിച്ചു. അങ്ങനെ 1,30,000 രൂപ ഒരു രേഖയുമില്ലാതെ ആ 2 വ്യക്തികളൂടെ ഞങ്ങൾക്ക് തന്നു. ബാങ്കിൽ കൊണ്ട് അടച്ച് ഞങ്ങളുടെ ജപ്തി മാറിപ്പോയി. ഇനി ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് ഇന്ന് സാക്ഷ്യം പറയും, എൻ്റെ ആധാരം പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തിയെന്നോർത്ത് തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ 1000 നന്ദി നേരുന്നു. എൻ്റെ പേര് സിനു പരമേശ്വരൻ. ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. എനിക്കാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി 16-ാം തീയതിയാണ്. അതിനു മുമ്പാണെങ്കിൽ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. അതിനു മുമ്പാണ് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള 2 ഓപ്പർച്യൂണിറ്റീസ് വന്നായിരുന്നു. ആദ്യം ഞാനിങ്ങനെ കുവൈറ്റിൽ പോകാൻ എനിക്ക് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. പക്ഷേ ആ ഏജൻറ്റ് പറ്റിച്ച്, മീൻസ് അവർ പൈസയൊക്കെ വാങ്ങിച്ചു, എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയി. പക്ഷേ അതൊരു ഹോസ്പിറ്റൽ വിസ എന്ന് പറഞ്ഞിട്ട് അതൊരു ഹോം കെയർ വിസയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് കയറി വരേണ്ട വന്നു. പിന്നെ ഞാനൊരു കുവൈറ്റിൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ പാസ്സായി. അതിന് ഞാൻ ക്യാഷ് എല്ലാം കൊടുത്തു, ഒരു 5 ലക്ഷത്തോളം പൈസ കൊടുത്തു. പിന്നെ എനിക്ക് അതിൻ്റെ വിസ എല്ലാം വന്നു. പക്ഷേ ഞാൻ അതിൻ്റെ മെഡിക്കലിന് വേണ്ടി പോയപ്പം എനിക്ക് മെഡിക്കൽ അൺഫിറ്റായിപ്പോയി. എൻ്റെ എക്സ്റേയിൽ എന്തോ അവർക്ക് ക്ലിയർ ആകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അൺഫിറ്റായി. പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴും അവരങ്ങനെ തന്നെയാണ് പറയുന്നിരുന്നത്. അന്നേരം എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ, ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, നിനക്ക് പുറത്തു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളാണ് എന്നെ വിളിക്കുന്നു പോലും ഇല്ലാത്തതായിരുന്നു. പക്ഷെ അവൾ സിംഗപ്പൂരായിരുന്നു. അവളെന്നെ വിളിച്ചു വന്നിട്ട് പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഓൺലൈനാണ്, നീ അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ എന്നിട്ടും അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും ഒന്നും എന്നാ ഉടമ്പടി എന്തെങ്കിലും ഇത് പറ്റിയിട്ടാണോ നിനക്ക് പോകാൻ പറ്റാത്തെന്ന് പറയാമെന്ന്. പക്ഷേ ഞാൻ 5:30 പ്രതീക്ഷീന പ്രാർത്ഥനയൊക്കെ 4 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുമായിരുന്നു. പിന്നെ പത്രമാണെങ്കിലും ഇവിടുന്ന് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് എല്ലാം കൊടുത്ത് തീർത്താണ് വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ ഒത്തിരി പ്രേക്ഷിത വേല, രോഗികളെ കാണാനൊക്കെ പോകുമായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കയ്യിലാണ് എല്ലാം, അമ്മയുടെ ഇഷ്ടം എന്നാണ് നിറവേറ്റണമെന്ന്. പക്ഷേ
2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ പ്രോസസ്സിംഗ് ആയി. എനിക്ക് സിംഗപ്പൂരോട്ടുള്ള എല്ലാം ക്ലിയറായി. എനിക്ക് ക്ലിയർ ആയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ മെഡിക്കൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ എനിക്കൊരു പേടിയായിരുന്നു, കാരണം എൻ്റെ എക്സ്റേ അൺഫിറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഞാൻ അമ്മയുടെ കാശ് രൂപം പിടിച്ചുകൊണ്ട് ഞാൻ പോയി മെഡിക്കലിൽ കയറി. ഉള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, എക്സ്റേ, ECG അങ്ങനെ എല്ലാം ചെയ്തു. പക്ഷേ ഞാനിതിലെല്ലാം ഫിറ്റായി. എൻ്റെ എക്സ്റേ വരെ ഫിറ്റായി കിട്ടി. എനിക്കിപ്പോൾ പോകാനുള്ള എല്ലാ ഡേറ്റായി. എൻ്റെ വിസയും ടിക്കറ്റും വന്നു. ഞാൻ ഈ തിങ്കളാഴ്ച സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. എനിക്ക് ജോബ് വിസയാണ്, നല്ലൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ദുബൈയിലായിരുന്നു. പുള്ളിയുടെ ജോബാണെങ്കിലും സാലറിയൊക്കെ തീരെ കുറവായിരുന്നു. പുള്ളി നാട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അതും ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു. പുള്ളിക്ക് ഇപ്പോൾ അവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. പുള്ളി മാർച്ച് 10 മുമ്പ് കയറിപ്പോവും. അമ്മയും തിരുകുമാരനും നന്ദി. ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി നേരുന്നു.